നമസ്കാരം. അമേരിക്കയിലെ ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പണ്ട് അശ്ലീല കത്തയച്ചു എന്ന വിവാദം പുതിയ തലത്തിലേക്ക്. വർഷങ്ങൾക്ക് മുമ്പ് എപ്സ്റ്റൈന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടയച്ച കത്തിലാണ് കൈകൊണ്ട് വരച്ച ഒരു സ്ത്രീയുടെ നഗ്നചിത്രമുള്ളത്. ഇത് ഏതോ നിഗൂഢ സന്ദേശത്തിന്റെ സൂചനയാണെന്നാണ് ട്രംപിന്റെ എതിരാളികൾ പറയുന്നത്. വാൾ സ്ട്രീറ്റ് ജേണലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇതിനെതിരെ ട്രംപ് നിയമ നടപടി തുടങ്ങി. പത്രത്തിനെതിരെ $10 ബില്യൺ നഷ്ടപരിഹാര കേസ് ട്രംപ് നൽകി. ഇതോടെ നിയമയുദ്ധത്തിൽ എല്ലാം തെളിയുമെന്ന് വ്യക്തമാവുകയാണ്. അതിനിടെ വാർത്തയിൽ ഉറച്ചു നിൽക്കുകയാണ് പത്രം. 2003 ട്രംപ് എപ്സ്റ്റീന് ഒരു അശ്ലീല ജന്മദിന കാർഡ് അയച്ചതായി ദി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് വലിയ കോളിളക്കങ്ങൾക്ക് കാരണമായി. ജന്മദിന കാർഡിൽ നഗ്നയായ സ്ത്രീയുടെ കാർട്ടൂണും ഒപ്പം നമുക്ക് ഒരുപാട് സാമ്യതകളുണ്ട് എന്നൊരു സന്ദേശവും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ ഒരു കാർഡ് താൻ അയച്ചിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ട്രംപ് ചെയ്തത്. വാർത്തയെ ശക്തമായി നിഷേധിക്കുകയും വാൾ സ്ട്രീറ്റ് ജേണലിനും മാധ്യമ മുതലാളി റൂബർട്ട് മർഡോക്കിനുമെതിരെ നടപടി സ്വീകരിക്കാനും തീരുമാനമെടുത്തു. ജെഫ്രി എപ്സ്റ്റീൻ കേസിലെ മുദ്രവെച്ച രേഖകൾ പുറത്തുവിടാൻ നീതിന്യായ വകുപ്പ് ഉടൻ കോടതിയോട് ആവശ്യപ്പെടുമെന്നും അറ്റോർണി ജനറൽ പാം ബോണ്ടി സ്ഥിരീകരിച്ചു. പക്ഷേ റിപ്പബ്ലിക്കൻ അംഗങ്ങളിൽ വിഷയത്തിൽ ഭിന്നത രൂക്ഷമാണ്. ഇത് ട്രംപിന് തിരിച്ചടിയായേക്കും. എപ്സ്റ്റീന്റെ കൂട്ടുപ്രതിയായിരുന്ന ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ഗിസ്ലൈൻ മാക്സ്വെൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷത്തിൽ താൻ പങ്കെടുത്തു എന്ന ദി വാൾ സ്ട്രീറ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ആരോപണം ട്രംപ് കഴിഞ്ഞ ദിവസം ശക്തമായി നിഷേധിച്ചിരുന്നു. ആശംസകൾ നേർന്നുകൊണ്ടുള്ള കത്തിൽ ട്രംപിന്റെ ഒപ്പുണ്ടായിരുന്നുവെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. ഈ കത്തും അവർ പുറത്തുവിട്ടിരുന്നു. കത്തിൽ ട്രംപ് എഴുതിയിരിക്കുന്നത് ആശംസകൾ എല്ലാ ദിവസവും അത്ഭുതകരമായ രഹസ്യമായിരിക്കട്ടെ എന്നാണ്. എന്നാൽ ഈ വാചകം എഴുതിയതിലോ അശ്ലീല ചിത്രം വരച്ചതിലോ തനിക്കൊരു പങ്കുമില്ലായിരുന്നുവെന്നാണ് ട്രംപ് വാദിക്കുന്നത്. ഇത് താൻ എഴുതിയ കത്തല്ലെന്നും വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെത് തട്ടിപ്പ് കഥയാണെന്നും ട്രംപ് തുറന്നടിക്കുന്നു. കത്തിൽ കാണുന്നത് തന്റെ ഭാഷയല്ല എന്നും താൻ സ്ത്രീകളുടെ ചിത്രം വരയ്ക്കാറില്ലെന്നും അദ്ദേഹം പറയുന്നു. വാൾ സ്ട്രീറ്റ് ജേണലിനെതിരെ താൻ കേസ് കൊടുക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കുകയാണ്. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ എഴുതിയത് വാൾ സ്ട്രീറ്റ് ജേണൽ എപ്സ്റ്റീന് വേണ്ടി ഒരു വ്യാജ കത്ത് അച്ചടിച്ചു എന്നാണ്. ഇതൊരു തട്ടിപ്പ് വാർത്തയാണെന്നും പ്രസിദ്ധീകരിക്കരുതെന്നും താൻ മാധ്യമ രാജാവായ മർഡോക്കിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും വാൾ സ്ട്രീറ്റ് ജേണൽ അത് പ്രസിദ്ധീകരിക്കുകയായിരുന്നുവെന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത്. തനിക്ക് പടം വരയ്ക്കാൻ കഴിയുന്നില്ലെന്ന് ട്രംപ് പറയുമ്പോഴും അദ്ദേഹം വരച്ച നിരവധി ചിത്രങ്ങൾ 2004 മുതൽ ലഭ്യമായിരുന്നു. കൂടാതെ തനിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങൾക്ക് പിന്നിൽ ഡെമോക്രാറ്റുകളാണെന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ട്രംപിന് നേരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. ഇക്കാര്യത്തിൽ ട്രംപിനെതിരെ സ്വന്തം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പുകൾ ഉയർന്നിരുന്നു. എന്നാൽ ട്രംപ് അവരെ രൂക്ഷമായി വിമർശിക്കുകയും അവർ ഡെമോക്രാറ്റുകളെ പോലെ പെരുമാറുകയാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇലോൺ മസ്കും ഇക്കാര്യത്തിൽ ട്രംപിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ശ്രമിക്കുന്നത്. എപ്സ്റ്റീൻ ഫയലുകളിലെ വിശദാംശങ്ങൾ അടിയന്തരമായി പുറത്തുവിടണമെന്നാണ് മസ്കും ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിന്റെ കേന്ദ്രബിന്ദു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുകയും കടത്തുകയും ചെയ്തതായി ആരോപിക്കപ്പെട്ട ധനികനായ ബിസിനസ്സുകാരനാണ് ജെഫ്രി എപ്സ്റ്റീൻ. 2019 എപ്സ്റ്റീൻ ജയിലിൽ വെച്ച് മരണപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ആ പേര് വീണ്ടും ചർച്ചയാകുമ്പോൾ ഏറ്റവും പുതിയ വഴിത്തിരിവിൽ നേരിട്ട് ഭാഗമായിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. രാഷ്ട്രീയക്കാർ, ബിസിനസ്സുകാർ, രാജകുടുംബാംഗങ്ങൾ എന്നിങ്ങനെ നിരവധി ഉന്നതരുമായി അടുത്ത ബന്ധമുള്ള ഒരു ധനിക വ്യവസായിയായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. 2008 കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ കേസെടുത്തെങ്കിലും അത് നേരിയ ശിക്ഷയിൽ ഒതുങ്ങി. പിന്നാലെ 2019 പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക കടത്തിന് വിധേയമാക്കിയ കേസിൽ എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റിലായി. പക്ഷേ ഏതാനും ആഴ്ചകൾക്ക് ശേഷം എപ്സ്റ്റീൻ ജയിൽ മുറിയിൽ വെച്ച് മരിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ മരണം ആത്മഹത്യയായി സ്ഥിരീകരിക്കായിരുന്നുവെങ്കിലും കൊലപാതകമാണെന്നും ആരും ഇതിന് പിന്നിലുണ്ടെന്നും ശക്തമായി വിശ്വസിക്കുന്നവർ ധാരാളമായിരുന്നു. ലൈംഗിക കടത്ത് ശൃംഖലയിലെ അംഗങ്ങളുടെ പേര് വിവരങ്ങളടങ്ങിയ ഒരു രഹസ്യ പട്ടിക എപ്സ്റ്റീൻ വർഷങ്ങളോളം സൂക്ഷിച്ചിരുന്നുവെന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. സർക്കാരും ഈ പേരുകൾ പുറത്തുവിടുമെന്നും പലരും പ്രതീക്ഷിച്ചു.